ഗൈസ് വെൽക്കം ടു ഓക്കെയാനാസ് യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നതാണ്. ഞാനിപ്പം നോമ്പൊക്കെ തുറന്ന് എന്താ പറയുക, നോമ്പ് നോറ്റുണ്ടെങ്കിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അങ്ങനെ പയിച്ചിട്ട് എനർജി ഉണ്ടാവില്ല. ഇത് നല്ല വത്തക്കയും നല്ല കക്കിരിയും കുറച്ച് സാധനം വെള്ളം കണ്ട് കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങനെ ഒരു സാധനം വരും. അപ്പോഴാണ് ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യേണ്ടത്, മനസ്സിലായ? ഓക്കെ, അപ്പം ഒന്നുകൂടിയും വെൽക്കം ടു ഓക്കെയാനാസ്. അപ്പം നമുക്ക് കുറച്ച് റിയാക്ഷൻ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഒരു പനി വരുന്ന പോലെ ഉണ്ട്. നോമ്പ് തുറ കഴിഞ്ഞ് തറാവീഹിന് പോകാൻ വിളിച്ചപ്പോൾ കേട്ടോക്കാം. നോക്കിട്ട് നടക്കുള്ളൂ. കാലും ഭയങ്കര വേദന, ചെറിയതുണ്ട്. ഇനിയിപ്പോ ഗുളികയൊക്കെ ഭയം കഴിക്കണം. ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ശരി എന്നാ, ഓക്കെ. നമ്മളെ ഉണ്ണിക്കണ്ണന് പണ്ട് വിജയനെ കാണാൻ വേണ്ടി നടക്കാൻ പോയ സീനല്ലേ? ഓ, തറാവിക്ക് ഇപ്പോഴൊക്കെ എന്ത് സ്വസ്ഥത എന്ന് പറയാം. ഇപ്പൊ ഞാൻ എന്താണ് വലിയ കുട്ടിയായില്ലടാ, 23 വയസ്സായില്ലേ. അപ്പൊ എന്ത് തറാവിക്ക് ആണ്ട് പോവാൻ പറഞ്ഞാണ്ട് ഇറങ്ങിയാൽ മതി. പണ്ടൊക്കെ മോനെ, പണ്ട് ഉമ്മ ഇങ്ങനെ പായിപ്പിക്കും തറാവിക്ക് ഇവിടുന്ന് അങ്ങോട്ട്. ഓ, എന്നിട്ട് എൻ്റെ പേര ഇതിൻ്റെ അടുത്താണ്, മറ്റേ പള്ളിൻ്റെ അടുത്ത്. എന്നിട്ട് ഇങ്ങനെ നോക്കിക്കും, എന്നിട്ട് പുറത്തൊക്കെ എങ്ങോട്ടേയും പോകുന്നുണ്ടോ, ഇങ്ങനത്തെ ഏതാന്ന് എങ്ങനെയും മുങ്ങാൻ കഴിയില്ല. ഇപ്പൊ എന്താ നമ്മളെ അതിൽ വണ്ടി ഉണ്ട് ഇട്ടെന്ന് പറഞ്ഞാണ്ട് പോകും. അതൊക്കെ പണ്ട് തെറാവിന്റെ ഇതിന്. നെക്സ്റ്റ് എന്തല്ലേ ഓരോ വെറൈറ്റി തരം ടൈപ്പ് ഓഫ് കയപ്പ്. അടിയിലിങ്ങനെ ഇരിക്കുക, സാരിയൊക്കെ കൊടുത്തിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ചെറിയ പുതപ്പും കാര്യങ്ങളൊക്കെ വെച്ചാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ഇത് വെച്ചാണ്, അടുപ്പിന്റെ സാധനം. എന്നിട്ട് അതിൻ്റെ മേലെ കുട്ടി ഇങ്ങനെ ഇതാക്കുക. ആ സാധനം ഒന്നാണ് മറിഞ്ഞു നോക്കണം. അപ്പൊ നല്ല സുഖം ഉണ്ടാവുക. അപ്പൊ ഈ ചെറിയ കളി ഒന്നും ഉണ്ടാവില്ല. ഇനി മറയിലുണ്ട്, അതിന്റെ ലാസ്റ്റ് ഉണ്ടോ? അതില്ലേ ഒരു പേടില്ലാത്ത ഇൻസ്റ്റഗ്രാം ഉള്ളതുകൊണ്ടടാ നമ്മളില്ലേ വെറൈറ്റി, നമ്മൾ ആരും കാണാത്ത സാധനങ്ങൾ കാണിക്കും, കാണാത്ത കാഴ്ചകൾ സംബന്ധിച്ച് കാണിക്കും. അല്ല, ആരും കാണാത്ത സാധനം കാണിക്കും. അപ്പോഴാണ് നമ്മൾ റീച്ച് കൂടുക. അപ്പൊ അതേമാതിരി ഓരോ വെറൈറ്റി ആലോചിച്ചപ്പോൾ കിട്ടിയതാണ് മച്ചാനെ. അല്ല, ഇപ്പൊ തള്ളക്കെ. ഓ, ആ ബാക്കിലത്തെ വേറൊരു കുട്ടി, ഒരു കുട്ടി ഇരുന്നാണ്ട് ആട്ടണ്. ഇത് ആണ് ഇപ്പത്തെ കാലാണ്, വിശ്വസിക്കാനും പറ്റില്ല. അല്ല, ഇത് ശരിക്കുള്ളതാണ്. ഇങ്ങനത്തെ എന്തൊക്കെ ഇന്ത്യക്കാരെ സാധനം വേറെ തന്നെ, മലയാളീസിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ത്യക്കാരുടെ സാധനം അത് വേറെ തന്നെ ഒരു സാധനങ്ങളാണ്. അത് വേറെ എന്താ നെക്സ്റ്റ് വീഡിയോ നല്ല ഒന്നുമില്ല പഠിച്ചോനെ. ഓ, എന്റെ കൈ പൈസ ഒന്നും വേണ്ട. എന്നിട്ട് പൈസ തന്നപ്പോ ഇങ്ങനെ പൈസ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, ഇനിയിപ്പോ തരാൻ വിചാരിച്ചോലാണ് തന്നോട്ടെ വിചാരിച്ചത്. ഞമ്മളില്ലടാ, ചില പെരയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയില്ല, ചോറ് വേണ്ട. എന്നിട്ട് ഓലെ കൈ പിടിച്ചാണ്ട് ഇങ്ങനെ കോരി ഇങ്ങനെ ഇടും. ചോറ് വേണ്ട എന്നല്ല പറഞ്ഞത്. അതേമാതിരി പൈസ വേണ്ട. എന്താണ് പൈസ എന്തിനാ തരുന്നത്? നെക്സ്റ്റ് Nih, perhatikan. Jadi kuncinya hanya satu teman-teman ya, tetap tenang, jangan terlalu banyak bergerak. Jadi serangga tidak akan menggigit kita teman-teman. Jadi begitulah. എടാ, ഇവൻ എങ്ങനെയാണ് ഇത്രയും നേരം സഹിച്ചു നിൽക്കണേ? എടാ, ഈ പുളിയർമ്പിന്റെ പുളിയർമ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ അറിയാം? നമ്മ ആണുങ്ങളെ എങ്ങനെ ഇപ്പൊ ഇത് പറയാ, ആണുങ്ങളെ ഇതിന്റെ ഒരു തുഞ്ചത്തൊരു സാധനമാണ് പുളിയർമ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ എൻ്റെ അമ്മൻ്റെ അവിടെ നിന്ന് നാളെ ദിവസം ഓർക്കാപ്പുള്ളിൻ്റെ മേലെ കയറിയിട്ട്, ഓർക്കാപ്പുള്ളിയില്ല, ഒരു പുളിൻ്റെ മരമാണ്, അതിൻ്റെ മേലെ കയറിയിട്ടുണ്ടാ. അതിൽ ഏതോ ഒരു പുളിയറമ്പ് നേരെ എൻ്റെ ഇങ്ങോട്ടാ കയറിയത്. എന്നിട്ട് അതിന് ഇവിടെ ഒന്നും വേണ്ട. എന്നിട്ട് എൻ്റെ ട്രൗസറിൻ്റെ ഉള്ളിൽ പോയിട്ട് തലമ പോയി കടിച്ചടാ. ഓ, അപ്പൊ ഓനിപ്പോ ചെയ്തത് എന്താ വെച്ചാല്, ഒരു കൂട്ടം പുളിയറമ്പിന്റെ ഇല പിടിച്ചാണ്ട് നേരെ ഇതിൻ്റെ ഉള്ളിക്ക്. ഓ, ഒന്നെങ്കിലും എനിക്ക് തോന്നണം, ഒന്നെങ്കിൽ അവൻ്റെ ഇതിന് നല്ല വാട്ടർ പ്രൂഫോ ഈ ബലൂണൊക്കെ ഇട്ട് കെട്ടിണ്ടാവും. അല്ലാതെ അത്ര ധൈര്യത്തിൽ ആരും ഇടൂല. എന്തെങ്കിലും കാട്ടീന്. അത് ഞാൻ ആലോചിച്ചില്ലല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ ചിലപ്പോ വല്ല ബലൂണോ അല്ലെങ്കിൽ വല്ല മറ്റേ എന്തെങ്കിലും ഇടാൻ പറ്റണ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നല്ലോണം കെട്ടി മുറുക്കി വെച്ച്, പിന്നെ ഇപ്പൊ പുളിയറുമ്പോ ഇപ്പൊ തുടങ്ങുമ്പോ കടിച്ചാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, മനസ്സിലായ? അങ്ങനെ പറയാ.
ഓനല്ലാതെ കൊലൻ്റെ ഉള്ളിൽ കിട്ടുകയാണ് പിന്നെ നിൽക്കണം. ചിലപ്പോൾ പൊട്ടന ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. എന്ത് ഞാൻ ഇപ്പം ആലോചിച്ചില്ലേ, ബലൂൺ വെച്ച് കെട്ടിയിട്ടിടുക, അത് ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. അതാവും അങ്ങനെ ചെയ്താൽ നമുക്ക് റീച്ച് മതിയല്ലോ അതുകൊണ്ടാവും ചിലപ്പോൾ. നെക്സ്റ്റ് വീഡിയോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടവയറുള്ളവരുടെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. എടാ അത് ശരിയാട്ടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. നമ്മളെ ഇന്ത്യക്ക് അപ്പം അവസ്ഥ എന്താ വെച്ചാൽ, എനിക്കിപ്പോൾ പള്ള ചാടണ്ടടാ. ഇന്ത്യക്ക് അവസ്ഥ എന്താ വെച്ചാൽ, ഇന്നെ ഒരു 21 എനിക്കിപ്പോൾ 23 വയസ്സ്, ഒരു 21 വയസ്സ് വരെ ഞാൻ എന്ത് തിന്നാലും തടിയേക്കൂലേന്. എന്നിട്ട് ഇമ്മയും ഇവലെല്ലാവരും കൂടി ഈ പാല് അത് ഇത് തിന്നായിട്ട് ഇങ്ങനെ ഉണങ്ങിയ മാതിരി നടക്കണ് പറഞ്ഞേ. പിന്നെ ഒരു 22-23 വയസ്സിൽ ഞാൻ അതേ തീറ്റ അന്ന് തിന്ന അതേ തീറ്റ ഇങ്ങനെ തിന്ന് കാരണം നമ്മൾ ഷുഗർ ഓയിൽ മന്തി ഒക്കെ തിന്നുണ്ടല്ലോ, അതേ തീറ്റ കണ്ടിന്യൂ ചെയ്തപ്പോൾ ഇപ്പതാ പള്ളൊക്കെ ചാടി. പള്ള എനിക്ക് ചെറുങ്ങനെ ചാടിനടാ, നല്ല ബോറുണ്ട്. ഐ മീൻ നമ്മൾ ഡ്രസ്സൊക്കെ അയച്ചിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു രസം ഉണ്ടാവില്ലല്ലോ. മറ്റേ ബോഡിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമാവും ഇങ്ങനെ കാണാൻ. അപ്പോൾ കേരളത്തിലല്ലേ ഏറ്റവും കൂടുതൽ ഇതുള്ളത്, കുടവയറുള്ളവര്. എന്താടാ ഇതിപ്പോൾ വല്ലാതെ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ചെറുപ്പത്തിലെല്ലാവരും തിന്നറിയും. പിന്നെ ഈ ഒരു പ്രായമായിട്ടുണ്ടെങ്കിൽ എന്താടാ തടിമാടാ. പക്ഷെ ചെറുപ്പം മുതലേ എൻ്റെ നാട്ടിലുള്ള നിയാസൊക്കെ ഉണ്ട്, നമുക്ക് ചെറുപ്പത്തിലേ ഉണ്ട് ഇതും എല്ലാം ഉണ്ട്, പെണ്ണുങ്ങൾക്കുള്ള എല്ലാ സാധനവും ഉണ്ട്. ചെറുപ്പത്തിലേ 13 ഉത്തപ്പൊക്കെ തിന്നു ചെങ്ങായി. അപ്പോൾ പിന്നെന്ത് കാട്ടുക, അങ്ങനെ ഒരു കഥടോ. അപ്പോൾ നമ്മളെ കേരളത്തിലുള്ള പോലെ തന്നെ അല്ലേ, നമ്മൾ ഒന്നാമത് എന്താണ് നല്ല ചോറ് അടിച്ച് കയറ്റി. ഇന്ത്യക്കാരൊക്കെ കുറേ കുബൂസും റൊട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ തിന്നു. നമ്മളിങ്ങനെ ചോറ് അടിച്ച് കയറ്റിയിട്ടേ ഇതെങ്ങനെയാണ് നിർത്തുക. ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റും നല്ല ഓയിലും നല്ല മയോണീസ് അത് ഇത് അങ്ങനത്തെ ഒക്കെ നല്ല കിടിലൻ ടേസ്റ്റുള്ള ഫുഡാണ് നമ്മളെ ഇന്ത്യയിൽ തന്നെ. അത് പക്കാണ്. ബാക്കിയുള്ളടത്തൊന്നും അത്ര പോരാ. പൊരിക്കടിയൊക്കെ പഴംപൊരി, ഉള്ളിവട, സമൂസ, കട്ട്ലേറ്റ്, ചിക്കൻ റോൾ അത് ഇത് കണ്ണൂർ പൊട്ടിത്തെറിക്കാത്ത അങ്ങനെ എന്തെല്ലാം വെറൈറ്റി സാധനങ്ങളുണ്ട്. പിന്നെ എങ്ങനെയാ തടി കൂടാതെ അടിച്ചും പിന്നെടാ തടി. നെക്സ്റ്റ്. ഈ വിജയുടെ പ്രധാന ഇഷ്ടപ്പെട്ട ഒരു 5 പടം പറഞ്ഞ പെട്ടെന്ന്. 5 പടം. ജനനായകൻ ഇറങ്ങിയില്ല, ഇറങ്ങും മുമ്പ് ഇഷ്ടമാണ്. കില്ലി, പിന്നെ പോക്കരി, വേട്ടക്കാരൻ, പിന്നെ തുപ്പാക്കി, കത്തി, മെർസല്. അതൊക്കെ ഈ ജനനായകൻ ഇറങ്ങിയില്ലല്ലോ, ഇറങ്ങും മുമ്പ് എങ്ങനെ ഇഷ്ടമാവും? അതെല്ലാം ഇഷ്ടമല്ല. നമ്മള് പടം പറയുമ്പോ പടം അതും പറയല. ഓ നമ്മളിപ്പോ ഈ വീഡിയോ കണ്ട് അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ ആ ജനനായകൻ ഇഷ്ടമാണ്, അതൊക്കെ നമ്മൾ കേട്ട്. ഞാൻ എന്താ ഇപ്പം ആലോചിച്ചെന്നറിയാം, ഈ ഉണ്ണിക്കണ്ണൻ്റെ അപ്പം മനസ്സൊന്ന് ആലോചിക്കാന് കേരളത്തിലെ ഏറ്റവും വലിയ വിജയിന്റെ ഫാനാണ്. ഏതൊക്കെ ഇന്റർവ്യൂല് ഇത് വിജയ് നമ്മളിപ്പോ ഒരാളെ ഏറ്റവും വലിയ ഫാനാണെങ്കിൽ ഇപ്പൊ മെസ്സിന്റെ ഒരു ഗോള് കണ്ടാൽ നമുക്ക് കത്തുന്നത് ഇത് ഈ കളിയിലാണ്, ഇത് ഇതിനായിട്ടാണ്. ഇപ്പൊ ഇത് ബാഴ്സലോണ ഉണ്ടാകുമ്പോൾ റയലിനായിട്ട് കളിച്ചാണ്. അപ്പോൾ അതേമാതിരി ഉണ്ണിക്കണ്ണന് കുറെ സ്ഥലത്ത് നിന്ന് തെറ്റിയാണ്. ഇത് വിജയിന്റെ പടം അത് ഇത് ഒന്നൊക്കെ തെറ്റിയാണ്. അപ്പോൾ വിജയിന്റെ 5 പടം ഏതൊക്കെയാന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ വിജയിന്റെ 5 പടം ജനനായകൻ ഇറങ്ങിന അല്ല അതും ഇഷ്ടമല്ല ഏട്ടാ. പിന്നെ കത്തി, മെർസല്, അത് തുപ്പാക്കി എന്ന് പറഞ്ഞാൽ അതെങ്ങാനും കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ അവസ്ഥ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ആ പാവത്തിനെ കൊല്ലൂലേ. എൻ്റെ മോനെ ഞാൻ അപ്പം ആലോചിച്ചതാണ്. ഓൻ്റെ മനസ്സിൽ എന്താവും സാധനം. ഇപ്പൊ ഞാൻ വലിയ അല്ലു അർജുൻ ഫാനാന്ന് പറഞ്ഞാണ് ഇങ്ങനെ നടക്കുക. അല്ലു അർജുൻ്റെ എൻ്റെ ഷർട്ടുമ്മൽ അല്ലു അർജുൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അല്ലു അർജുൻ്റെ 3 പടം ഇപ്പൊ എന്താ പറയാ മറ്റേ ഇനി ഇറങ്ങാൻ പോണത് ഇപ്പൊ ജനനായകൻ എന്ന് പറഞ്ഞാൽ നടക്കുക. അതൊക്കെ അറിയാതെ പറഞ്ഞോ. സ്വാഭാവികം ഉണ്ണിക്കണ്ണനെ കളിയാക്കലടാ, പാവാണ്. എനിക്ക് മെസ്സേജ് അയക്കലുണ്ട് ഉണ്ണിക്കണ്ണ, അറിയോ? എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്, എന്നെ ഭയങ്കര ഇഷ്ടമാകുന്നു തന്നെ. എന്നോട് ഇങ്ങനെ പറയലുണ്ട് ഉണ്ണിക്കണ്ണ മെസ്സേജ് അയച്ചുണ്ട്, തൊട്ടിലൊന്നും കെട്ടലില്ലേ എന്നൊക്കെ പറയലുണ്ട്. പാവാടാ, ഒഴിവാക്കി വിടും, ഞമ്മ ചെക്കനാണ്. നെക്സ്റ്റ് വീഡിയോ. ലവ് യു ഡിയർ. ലവ് യു ടു സായി. എത്രമാത്രം പറയാൻ പറ്റാത്ത അത്രേ. താന്ത 40 വയസ്സായിട്ട് പ്രേമിക്കാൻ നടക്കണ്. മറ്റേ ഒരു തള്ളച്ചിയും. അത്രയും സ്നേഹമുണ്ടെങ്കിൽ അതൊരു ഉമ്മയായിട്ട് തന്നാട്ടെ. അയ്യടാ ഇപ്പൊ വേണ്ട. നേരിട്ടല്ലല്ലോ, അത് കല്യാണം കഴിഞ്ഞ്, ഇപ്പൊ ഫോണിലൂടെയല്ലേ. കല്യാണം കഴിഞ്ഞ രണ്ട് കല്യാണം കഴിഞ്ഞ് മൂത്ത മോളെ കെട്ടിക്കാനുള്ള പ്രായമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടല്ല എരപ്പ ജാതി. ഇവിടെ മനുഷ്യന് ഇവിടെ 23 വയസ്സായിട്ടുള്ളൂ. തന്തക്ക് 50 വയസ്സായിട്ട് അവൻ ഉമ്മ ചോദിക്കാൻ നിൽക്കണം. അതൊക്കെ പണ്ട്. എന്നാ ശരി ഉമ്മ. താങ്ക് യുടാ. ഞാൻ വീട്ടിൽ പറഞ്ഞ് ഉടൻ തന്നെ പെണ്ണ് കാണാൻ പെണ്ണ് കാണേ വരുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് മതി കല്യാണമൊക്കെ. അതിനു മുമ്പേ വന്ന് ചോദിച്ചു വെച്ചോ, ഇല്ലെങ്കിൽ വല്ലവനും കൊത്തിക്കൊണ്ട് പോകും.
ആലോചനയൊക്കെ വരുന്നുണ്ട്. കൊത്തിക്കൊണ്ട് പോയാൽ കൊണ്ടുപോകുന്നതിൻ്റെ അന്ത്യമാ. ഞാൻ അപ്പൊ എന്തിനാ കാണാൻ നിന്നടാ. എന്നെ കൊത്തിക്കൊണ്ട് പോകും. പിന്നെ കൊത്താൻ പറ്റിയ സാധനം അത് കൊത്തിക്കൊന്നുണ്ടെങ്കിൽ അത് അറിയില്ലേ. അല്ല, ലവ് യു ഡിയർ കൊത്തിക്കൊണ്ട് പോയാൽ ഞാൻ അവന്റെ അന്ത്യമാണ്. അവന്റെ അന്ത്യം അവന്റെ അവന്റെ പോടാണ്. ഇത് എന്തിനാണ് ഞാൻ വെറുതെ കാണുന്നതൊക്കെ? ആരതൊക്കെ അയച്ചിരുന്നേ? വെറുതെ ഓരോരുത്തരും എന്തെങ്കിലും കണ്ട് അയച്ചിരുന്നേ ഞാൻ. നെക്സ്റ്റ്. ഒന്നാമത് കത്രിയല്ല, മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്, വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്. മസ്കിറ്റോ ഇത് എന്താ സംഭവിച്ചാല് ഏതോ ഒരു ചേച്ചിന്റെ വയറ്റില് ഓപ്പറേഷൻ ചെയ്തപ്പോൾ 5 വർഷം മുമ്പ് ഒരു കത്രിക്ക മറന്നു വെച്ച് പോയി. എന്നിട്ട് പറയാം കത്രിക അല്ല അത് മസ്കിറ്റോ. എന്നെ കാണിച്ചു തരാം. നാളെ ഒരു വീഡിയോ ഇറക്കുന്നുണ്ട്. നാളെ ട്രോൾ വീഡിയോ ഇറക്കുന്നുണ്ട്. കത്രിയല്ല, മസ്കിറ്റോ ആണ്. മസ്കിറ്റോ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണമാണ്. അപ്പോൾ അത് പോകാൻ പാടില്ല. പക്ഷേ ഇത് ശരിക്കും ഇൻസ്ട്രുമെൻസിൻ്റെ എണ്ണം ആദ്യമേ ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെൻ്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ എൻ്റെ അറിവിൽ എടുത്തോളും ഫ്ലോറിന് ഇവൽക്കൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി. ആ അമ്മ ഈ 5 കൊല്ലം ഇങ്ങനെ എന്തെങ്കിലും വേദന അനുഭവിച്ചിരുന്നിട്ട് അതൊക്കെ സഹിച്ച് ഇത് കത്രികയാണ്. ഇപ്പം നമുക്ക് ഒരു വയറുവേദന ഉണ്ട്, നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും തേക്കാത്ത അത് ഇങ്ങനെ സഹിച്ച് എപ്പോഴും വന്ന് സഹിച്ച് ഗുളികൊക്കെ കുടിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറേ കാലം കഴിഞ്ഞിട്ട് ശേഷം നമ്മളെ വയറ്റിൻ്റെ ഉള്ളിൽ ആരോ ഒരാൾ കത്രിക വെച്ച് മറന്നെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര തേച്ചുണ്ടാവും? ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ഓള് പറയാം അത് മെസ്കിറ്റ് ആണല്ലോ. ബാക്കി കേൾക്ക്. നേഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. അപ്പം ചെയ്യുന്ന ഡോക്ടറും ചെയ്യുന്ന സിസ്റ്ററും കൂടെ ഇത് ആദ്യമേ ഒന്ന് എണ്ണും. എണ്ണിയിട്ട് ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടെ എണ്ണും. അപ്പോൾ ആ എണ്ണത്തിൽ മനസ്സിലെ ഓർമ്മയിൽ എന്തെങ്കിലും പിശക് വന്നു പോയാൽ ഇങ്ങനെ വരാം. പിന്നെ വേറൊന്ന്, ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അന്ന് വന്നതാണോ എന്ന് എങ്ങനെ അറിയാം? ഈ ഓപ്പറേഷനിലാണ് വന്നതെന്ന് എന്താ ഓർമ്മ? 20 വർഷം മുമ്പോ അല്ല 30 അനങ്ങാതിരിക്കുക. ഇത് പാക്കും ഇരിക്കുക, ഇതും ഇരിക്കാം. പിന്നെ വേറൊന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർ പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖത്തിന് അതിൻ്റെ വേദനയായിരുന്നു. എന്നാലും ആ ഒരു വയറ്റിൽ കത്രിക വെച്ചിട്ട് സിമ്പിളായിട്ട് വരണമെങ്കിൽ ഇപ്പം നമ്മളിങ്ങനെ അറിയില്ല. ഇല്ല, ആള് മരിച്ചായിട്ടൊന്നുമില്ല, ജസ്റ്റ് തല ഇങ്ങനെ പോയിട്ടുള്ളൂ, വേറെ സീനൊന്നുമില്ല. ആകെ ജീവൻ പോയാണ്. എന്താ വെച്ചാല് ഇത് മസ്കിറ്റാണ്. ഇത് കുറെ കാലം ജീവിക്കും. ഇതെന്താ വെച്ചാല് ഒരാള് 10-50 കൊല്ലമൊക്കെ ജീവിക്കും. ഇത് ഓരോരുത്തർ ഡോക്ടർമാർ എന്തോരോന്ന് വെറുതെ മറന്നു വെച്ച് പോണതാണ്. എന്താ കാട്ടുക? ഇത് ഓല് വേറെന്തോ സർജറിക്ക് ചെയ്തോ, ഇത് ഞങ്ങൾ ചെയ്തോന്നല്ല. ഇത് ഒരു മൂത്രക്കല്ലിനെ വന്നത്. അപ്പൊ വെറുതെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കത്രിക കിട്ടി. സിമ്പിൾ. ഇതൊരു സിമ്പിളല്ല. എൻ്റെ വയറ്റിലെ കാര്യം അല്ല, ഞാൻ പ്രസവിക്കൊന്നുമില്ലല്ലോ. അല്ല, നിങ്ങൾ ആലോചിക്കുന്ന നമ്മ കുടുംബത്തിലാരെയൊക്കെ കൊല്ലും വെള്ളത്തിനെ അടിച്ച് കണ്ണു മുറിഞ്ഞിരിക്കും. നെക്സ്റ്റ്. ആ ബാക്കിലിരിക്കുന്ന ആ ഉസ്താദ, ആ മൊയിലാരും ആ തന്തന്ന് ചൂട് പൊത്തു നോക്കിയ ചിലപ്പോ ഈ പെണ്ണ് ഓലെ നാട്ടിലെ വലിയ അധികം കായക പാട്ടാടുന്ന ആരെങ്കിലൊക്കെ ആവും. ഇത് ഈ പെണ്ണിന്റെ കൂറ്റ് ഇങ്ങനെയൊന്നും ആർക്കും മനസ്സിലാവണില്ല. ആകെ ആ തന്തക്ക് ചെവി കൂക്കിയിട്ടേ തന്ത വന്നിട്ട് സൗണ്ട് കുറയ്ക്കുന്നു. അത് ഇതാണെങ്കിൽ നേരെ മുമ്പ് ചിലപ്പോ അത് ഏതെങ്കിലും ആ നാട്ടിലേതെങ്കിലും തങ്ങളാവും, ഇത് ഏതെങ്കിലും വലിയ എന്തോ സ്കൂൾ പരിപാടി അങ്ങനെ എന്തോ ഗസ്റ്റ് ആയിട്ട് വിളിച്ചതോ തന്തനെ. എന്നിട്ട് ഈ പെണ്ണിന്റെ ചിലപ്പോ ഈ പെണ്ണ് ചിലപ്പോ ആ നാട്ടിലുള്ള വലിയ ചിലപ്പോ എന്തെങ്കിലും പാട്ടാടുന്ന ഇൻഫ്ലുവൻസർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. എന്നിട്ട് സ്റ്റേജുമൊക്കെ വിളിച്ചെടുത്തിയാണ്ട് എന്നിട്ടാ ഈ അലിൻ ജോസ് പെരേരൊക്കെ പാട്ടാടുന്ന മാതിരി പാടി. എന്നിട്ട് താന്തൊക്കെ ചെവി വേദനായിട്ടേ ആകെ ആരോ മൈക്ക് ഓഫ് ആക്കി. ലാസ്റ്റ് കണ്ടില്ല ഇങ്ങനെ ആക്കണ്ട. മൈക്ക് ഓഫ് ആക്കി. എന്താ കാട്ടുക? നെക്സ്റ്റ്. അത് കോമഡി ആയിട്ടാ. എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ ശിക്ഷ വയ്ക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തെന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലില്ല. പാവടാ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു കേസ്. കാരണം എന്താ വെച്ചാൽ അമ്മ കാസർഗോഡുള്ള ഏതൊരു പെൺകുട്ടിയാണ്
ഇവളെ ഫ്രണ്ടിന്റെ ഇമ്മാന്റെ ഗോൾഡോ എന്തോ കളവ് പോയി, എന്നിട്ട് ഇവളാന്ന് പറഞ്ഞ്, എന്നിട്ട് ആരും വിശ്വസിക്കില്ല, ഇവളെല്ലാം എടുത്തെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ആള് തൂങ്ങി മരിച്ചു. ഞാനല്ല ആലോചിക്കണ്, ഈ തൂങ്ങി മരിക്കാൻ ഇവർക്ക് ഓടുന്ന ധൈര്യം കിട്ടണം. അതൊന്ന് ആലോചിക്കുക, തൂങ്ങി മരിക്കുക, ഇത്രയും നല്ല ആ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും നേരിടുക. ഇപ്പോൾ ആ ഷിംജിത ഒരു ചെങ്ങായിനെ ഇതാക്കിയില്ലേ, എന്താണ് പ്രവീണോ അങ്ങനെ എന്തോ ഒരു ചെങ്ങായിനെ ബസ്സിൽ നിന്ന് ഇതാക്കിയില്ല, അവൻ പോയി തൂങ്ങി മരിച്ചില്ലേ. ഞാനത് ആലോചിക്കുന്നത്, തൂങ്ങി മരിച്ചിട്ട് പിന്നെന്ത് കഴിഞ്ഞ് ഒരാള്, നിങ്ങൾ ആലോചിക്കുന്നത് തൂങ്ങി മരിക്കാൻ എത്ര പ്രശ്നമാണ്. ഒരു കയറെടുത്തിട്ട് അപ്പൊ നമുക്ക് വേറെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സഹിച്ച് നിന്നൂടെ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരു ഫോളോവേഴ്സും ഈ വീഡിയോ കാണുന്ന ആരും, എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ആരും ഇങ്ങനത്തെ എന്ത് സന്ദർഭം ഉണ്ടെങ്കിലും എന്തെങ്കിലും ആലോചിച്ചിട്ട് പുതിയ വഴി കണ്ടെത്താൻ നോക്കുക. ഇനി നമ്മൾ കള്ളനാണ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്തില്ല എന്ന് നമുക്ക് ഉറപ്പല്ല, അത് തെളിയുന്ന 100% ഉറപ്പാണ്. നമ്മളൊരു കാര്യം ചെയ്തില്ലെങ്കിൽ തെളിയും. അതിന് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് വരെ നമ്മൾ സഹിക്കേണ്ടി വരുന്നത് മാത്രം. അത് വിചാരിച്ച് നമ്മളെ ലൈഫ് വേസ്റ്റ് ആക്കണോ? അപ്പൊ ഈ പെണ്ണ് കഴിഞ്ഞ് തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞാൽ അത് അന്നൊരു ന്യൂസിൽ വരും. അന്നത്തെ ഒരു ദിവസത്തെ ഒരു കണ്ടന്റ് ഏതെങ്കിലും ഒരു മറ്റേ വാർത്താ മീഡിയ അങ്ങനത്തെ ഇനിയിപ്പോൾ യൂട്യൂബർ ആണെങ്കിൽ 2 ദിവസം ഓടും, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ 2-3 ദിവസം ഓടും, കഴിഞ്ഞ്. പിന്നെ ആരെങ്കിലും ഇതേമാതിരി റിയാക്ഷൻ വീഡിയോ എഴുതണമെങ്കിൽ അതുമായി. അതല്ല ജീവിതമൊക്കെ കളയാന്ന് പറഞ്ഞാലേ എൻ്റെ മോനെ എന്നാൽ അങ്ങനെ ചെയ്യരുതടാ. എന്ത് പ്രശ്നം വന്നാണ് അതിൻ്റെ മേലെ എന്ത് പ്രശ്നമോ? തൂങ്ങി എനിക്കതാണ് ഞാൻ എപ്പോഴും ആലോചിക്കില്ല, എങ്ങനെ ഇവര് തൂങ്ങി മരിക്കണെന്ന് ആലോചിക്കുകയാണെ. ഇത്ര ധൈര്യം വേണം അതിനൊക്കെ. ഇത്ര വേദന ഉണ്ടാവൂടാ, ആലോചിച്ചിട്ട് തന്നെ സങ്കടം വരും. Hello guys, good evening. We are studying Lamsani Majis, super stylish shop, Kuimandi shop. ഒന്നും പറയില്ല, ഒന്നും ബാക്കിൽ ആ നടുവിൽ നിൽക്കണ ചങ്ങായിക്ക ഇങ്ങനെ ആക്കണ്ടേ. അലിൻ ജോസ് പെരേര എത്ര പറയണോ? ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. പിന്നെ ഏത് LKG പഠിക്കുന്ന കുട്ടിയൊക്കെ ഗുഡ് ഈവനിങ്, മന്തി ഹൗസ് എന്ന് പറയാം. മറ്റോ അതന്നെ ഇങ്ങനൊന്ന് ആലോചിക്കുകയാണ്. ഈ അലിൻ ജോസ് പെരേരനൊക്കെ വളർത്തണല്ലേ അവൻ്റെ ഫ്രണ്ട്സാണ്. ഫോർ എക്സാമ്പിൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ നമ്മളൊരു ബിസിനസ്മാൻ ആവും. നമ്മളെ ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ഒരു യൂട്യൂബർ ഫുള്ള് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ നമ്മളും അറിയാതെ ഇൻഫ്ലുവൻസർ ആവും. നമ്മളെ ഫ്രണ്ടിൻ്റെ സർക്കിള് ഒരു കഞ്ചാവ് അടിച്ച് നടക്കണോലാണ്, എനിക്ക് എല്ലാവരും MDM അടിച്ച് നടക്കണം, അങ്ങനെയാണെങ്കിൽ നമ്മളും MDM ആവും. അത് പക്കാണ്. അതാണ് ഈ അലിൻ ജോസ് പെരേരൻ്റെ ലൈഫ് ഒക്കെയാണ്. എന്താണ് അലിൻ ജോസ് പെരേര ഒരു പൊട്ടനാണ്, അതേമാതിരി പൊട്ടനാണ് അഭിലാഷ് ആട്ടയം, പൈനാപ്പിൾ അണ്ണ, കൂടെ ഉള്ളവരൊക്കെ ഒരേ ലെവലിൽ പോകണ്ട. അതാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു ചൂടുള്ള ചായ ഒരു മറ്റേ തണുപ്പുള്ള സ്ഥലത്ത് ഒരു മണാലി കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ചായ ചൂടാവൂലേ? അതേമാതിരി തന്നെ സംഭവം ശരിയാട്ടാ. നമ്മളെ ഫ്രണ്ട് സർക്കിൾ എപ്പോഴും നമ്മൾ നന്നാക്കണം, ഇല്ലെങ്കിൽ പറ്റ പോകാം. ഇനിയിപ്പോൾ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഇപ്പം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ എങ്ങനെയെങ്കിലും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങിപ്പോവും. മനസ്സിലായ പോയിന്റ്? എൻ്റെ ഇടക്കിടക്ക് അങ്ങനെ പോയിന്റ് വരുള്ളൂ. എഴുതി വെച്ചോണ്ട് ഞാൻ എഴുതിയൊക്കെ. നെക്സ്റ്റ്, വീട്ടിൽ വെറുതെ ഇരുന്ന് ഞാൻ കയപ്പിന് വണ്ടിയും എടുത്ത് നേരെ റോട്ടിലേക്ക് പോയി. റോട്ടിൽ പോയി നേരെ ബസ്സിന് വണ്ടി ഇടിച്ച് നേരെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക്. വീട്ടിൽ ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. 2 ടയറിന് പകരം ഇപ്പോൾ 4 ടയറിലാണ് യാത്ര. സുഖജീവിതം. എന്തൊരു സിമ്പിൾ ഷോർട്ട് വീഡിയോ അല്ലേ? വീഡിയോ 144p ആണെങ്കിൽ കണ്ടന്റ് HDക്കുള്ള കണ്ടന്റ് ഇട്ടാ ഇത്രേ ഉള്ളൂ. വീട്ടിൽ നിന്ന് വ്ളോഗ് എടുത്ത് അത് നല്ല ഊട്ടി ക്യാമറയിൽ ഒരു ഊട്ടിയോ മണാലിയോ എന്നൊക്കെ തോന്നുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കണ്ടന്റ് ഉണ്ടല്ലോ. വീട്ടിൽ നിന്ന് വെറുതെ കയപ്പിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തായി, നമ്മൾ വണ്ടി എടുത്ത് പോയി വണ്ടി നേരെ ബസ്സിനടിച്ച്. പിന്നെ ബസ്സിനടിച്ചാൽ എന്താണ്ടാവുക, വണ്ടി ആകെ പൊളിഞ്ഞുണ്ടാവും. പിന്നെ ഇവിടെ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് ഇവിടെ ഇതാക്കി. പിന്നെ ഇപ്പം 2 കാലം, നേരത്തെ ബൈക്ക് ഇപ്പം 4 കാലമായി. സിമ്പിൾ. എന്തൊരു ഓരോരുത്തർ കണ്ടന്റ് എടുക്കാൻ വേണ്ടി തലങ്ങും ബലങ്ങും പാഞ്ഞ് നിരങ്ങി തൂർന്ന് സുന്ദരായിട്ട് സിമ്പിൾ ഒരു ആക്സിഡന്റ് ആക്കി. ഇതൊക്കെ എന്ത്? പുഷ്പത്തെക്കതല്ല, ഇതൊക്കെ എന്ത്? നെക്സ്റ്റ്. അപ്പൊ ഗൈസ്, ഇനിയിപ്പം വേറെ റിയാക്ഷൻ ചെയ്യാൻ ആരും ഒന്നും അയച്ചു തന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്.
അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ എൻ്റെ ഇൻസ്റ്റയ്ക്ക് എല്ലാവരും വീഡിയോ അയച്ചു തരിട്ടാ. അനാശ് ഓക്കെ, കോൾമി അനാശ് ഏക്ക് അയച്ചാലും മതി. ഓക്കെ അനാശ് ഏക്ക് അയച്ചാലും മതി. ഓക്കെ, അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നാളെയും വീഡിയോ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പം ബൈ ബൈ, ടാറ്റാ, ഹൈ.